ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷനാണ്. അതായത് അവരുടെ ഇപ്പോഴുള്ളൊരു സാഹചര്യം, അവരുടെ ഒരു ഫീലിങ്സ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ടൈംലെസ് വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കിത് റെസൊനേറ്റ് ആവുന്നതായിരിക്കും. റീഡിങ്സിൽ നമുക്ക് പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ അബ്സോർബ് ചെയ്യുക, നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറൻറ്റ് സിറ്റുവേഷൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മേജർ അർക്കാന കാർഡ്സ് വന്നിരിക്കുന്നത് 4 എണ്ണമാണ്. അതായത് ഫൂൾ വന്നിട്ടുണ്ട്, മെജീഷ്യൻ, എംപ്രസ്, നമുക്ക് മറ്റൊരു ഡെക്കിൽ നിന്ന് എടുത്തപ്പോൾ ഡെവിളും വന്നിട്ടുണ്ട്. അതായത് മേജർ അർക്കാന കാർഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പല റീഡിങ്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അതായത് ആരുടെ റീഡിംഗ് ആണ് എടുക്കുന്നത് അവരുടെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഡെസ്റ്റിനിയുമായിട്ട് ബന്ധപ്പെട്ട കാർഡ്സ് ആയിരിക്കും ഈ പറയുന്ന കാർഡ്സ്. ഇവിടെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ ദ ഫൂൾ കാർഡാണ്. അതായത് ഫൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ജേർണീനെ പോലും നമ്മൾ പറയുന്നത് ദ ഫൂൾസ് ജേർണി എന്നാണ്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ കൂടെ കടന്നു പോകുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നമ്മൾ ഈ മേജർ അർക്കാന കാർഡ്സ് കൊണ്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫൂളിൻ്റെ എനർജിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്, ചെറുപ്പം മുതലെയുള്ള ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളതും ആ ഒരു കാർഡ് തന്നെയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ആൾ മെയിൽ ഓർ ഫീമെയിൽ ആര് തന്നെയായാലും അവർ ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിവേകത്തേക്കാൾ കൂടുതലായിട്ട് വികാരമുള്ള മനുഷ്യരാണ്. അതായത് ഭയങ്കരമായിട്ട് എടുത്തിയാടുന്ന ആൾക്കാരാണ്. കാര്യങ്ങളുടെ പരമ്പരാഴിക നോക്കാതെ അവർക്ക് പെട്ടെന്ന് ഒരു പുതിയ കാര്യങ്ങളിൽ കൗതുകം ജനിക്കുക എന്ന് പറയില്ലേ, അതുപോലെ അവർക്ക് അപ്പോൾ പ്ലേസിംഗ് ആയിട്ട് എന്ത് തോന്നുന്നോ ആ ഒരു ഇതിലേക്ക് അവരങ്ങോട്ട് പോയി കളയും. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. അതായത് ഇവരൊരു കാര്യം മനസ്സിൽ ഡിസൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആരെ പിടിച്ചു കഴിഞ്ഞാലും ആരിവരെ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞാലും കൺട്രോൾ കിട്ടില്ല. ഇവർ വിചാരിച്ചത് തന്നെ നടത്തിയെടുക്കും. അങ്ങനെയുള്ളൊരു ടൈപ്പ് ക്യാരക്ടറുള്ള വ്യക്തികളാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളതെന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അവർക്കപ്പോൾ ഉണ്ടായിരുന്ന അവർ അട്രാക്റ്റ് ചെയ്തൊരു കാര്യത്തിലേക്ക് അവർ പോയി, നിങ്ങളെക്കാളും ബെറ്റർ അത് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അവർ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫൂളിന് ശേഷം വന്നിട്ടുള്ള 2 കാർഡ്സ്, അത് രണ്ടും മേജർ അർക്കാനയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ 0, 1 വന്നു, പിന്നെ 2 വന്നിട്ടില്ല, എംപ്രസ് വന്നു. അപ്പോൾ മെജീഷ്യൻ ആണെങ്കിലും എംപ്രസ് ആണെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മെജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് എനർജീസ് ഉള്ള ആളാണ്. അതായത് മാനിഫെസ്റ്റേറ്റിംഗ് പവറുള്ള വ്യക്തിയാണ്. എന്ത് കാര്യങ്ങളും ഡ്രീംസ് ട്രൂ ആക്കാൻ പറ്റിയ പവറുള്ള ആളാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും അവർ വിചാരിച്ചാൽ സാധിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരിപ്പോഴത്തെ ഇവരുടെ സിറ്റുവേഷനിൽ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് നേരെ ഈ മെജീഷ്യൻ കാർഡിൻ്റെ താഴെ തന്നെ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് ഈ പറഞ്ഞ ചോയ്സസും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് പ്രാപ്തിയുണ്ട്, അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിലും അവരിപ്പോഴത്തെ അവരുടെ എനർജിയിൽ ഇതൊന്നും ചെയ്യുന്നില്ല. അവർക്കൊരു ഹീലിംഗ് വേണ്ട സമയമാണെന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട്. അതേപോലെ തന്നെയാണ് എംപ്രസ് കാർഡും. അതും ഈ പറയുന്ന പോലെ ഒരു നർച്ചറിങ്, കെയർ, അതേപോലെ തന്നെ അബണ്ടൻസ്, ഫെർട്ടിലിറ്റി, ഇതിൻ്റെയൊക്കെ ഒരു കാർഡാണ് എംപ്രസ് എന്ന് പറയുന്നത്. പക്ഷേ അതും ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് അവരിതൊന്നും വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല. അവർക്കൊരു ഹീലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ അവർക്കൊരു സെൽഫ് ഗ്രോത്ത് ആവശ്യമുള്ളൊരു സമയമാണ്. പക്ഷേ അത് അവരിപ്പോൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നൊരു പവർ ഉണ്ടല്ലോ, അത് നമ്മളുടെ ലൈഫിൽ ഓരോരോ സമയത്തും ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ചില വ്യക്തികളാണെങ്കിൽ അവർ ചെറിയ നാൾ മുതലേ അവരുടെ പാരൻസൊക്കെ അവരെ വളരെ പുന്നാരിച്ച് കെയർ ചെയ്ത് അവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ടായിരിക്കും ചിലപ്പോൾ വളർത്തിയിട്ടുണ്ടാവുക. എല്ലാ കാര്യത്തിനും പാരൻസ് ചെയ്തു കൊടുക്കുമ്പോൾ ഇവർ കുട്ടികളായിരിക്കുമ്പോൾ തൊട്ടേ ഇവരെപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു പോന്നിട്ടുള്ള വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, ചിലപ്പോൾ ആ ഒരു ടീനേജിലോ അല്ലെങ്കിൽ പിന്നീട് ഉള്ള ഒരു യൂത്തായിട്ടിരിക്കുന്ന അവസ്ഥയിലോ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇവർക്ക് തീർച്ചയായിട്ടും ആരുടെ ഒരു സഹായം കിട്ടാതെ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ നേരിടേണ്ട ഒരു സിറ്റുവേഷൻസ് ഇവരുടെ ജീവിതത്തിൽ വരും. അത്രയും സ്ട്രഗിൾ അവർക്ക് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിത് പഠിക്കാൻ വേണ്ടിയാണ്, ആ ഒരു ലെസൺ പഠിക്കാൻ വേണ്ടിയാണ്. അതുപോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം. അവർ ചെയ്തിട്ട് പോന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള അവരുടെ കർമ്മ അതെന്താണെന്ന് അവരിപ്പോൾ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ചിലവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ചീറ്റിങ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫ്രോഡായിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ചിലവർക്ക് അതിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ട ടൈമൊന്നും അപ്പോഴായിരിക്കില്ല, അത് പിന്നീടായിരിക്കും അവർക്ക് വെച്ചിട്ടുണ്ടാവുക, കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോഴാണ് നമ്മൾ പറയുക ഇവർക്ക് എന്താണ് ഇവർ ചെയ്തതിനൊന്നും ശിക്ഷയില്ലല്ലോ, ഇവരിപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മയിൽ ചിലപ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് ഇവർക്കിപ്പോൾ ഈ ഒരു ലൈഫിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾ അതിൻ്റെ ശിക്ഷ കുറച്ച് ഡിലേ ആക്കി കൊണ്ടുപോകുന്നത് അവരുടെ പോസിറ്റീവായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കർമ്മകളാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ചിലവർക്ക് അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ഒന്നും ശിക്ഷയില്ലാതെ പിന്നെ കുറേ നാൾ അവർ വലിയ കുഴപ്പമൊന്നുമില്ല അവരുടെ ലൈഫിനും നമുക്ക് തോന്നും പ്രത്യക്ഷത്തിൽ. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കുമായിരിക്കും അവരത് അനുഭവിക്കുക. അത് അവർക്ക് ആ പോസിറ്റീവ് കർമാസ് കുറച്ച് അതിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു നല്ല കാലം കൂടി അവർക്ക് കിട്ടണമല്ലോ, അതുകൊണ്ടാണ് അവർക്ക് ഈ നെഗറ്റീവിൻ്റെ ഷെയ്ഡ് കിട്ടാനായിട്ട് താമസം വരുന്നത്. അപ്പോൾ ഇതിവിടെ നിങ്ങളുടെ ഏതൊക്കെ പേഴ്സൺസായിട്ട് റെസണേറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇതിലിപ്പോൾ ഉള്ള വ്യക്തികൾ നന്നായിട്ടൊരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്, അവരൊരു മെൻ്റൽ ട്രോമ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ പറയാൻ പറ്റും. ഇതിനകത്ത് മെയിനായിട്ട് ഇതിപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ പറയാം, നമുക്ക് ഡെവിൾ കാർഡും വന്നിട്ടുണ്ട്. അതായത് അവരൊരു നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പിടിയിൽ എന്ന് പറയുമ്പോൾ തന്നെ തീർന്നു, അവിടെ മൊത്തം ആശങ്കകളും വിഷമവും മനോദുഃഖവും എല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് അവരുടെ ഒരു സെൽഫ് ഗ്രോത്തിനുള്ളൊരു ടൈമാണ്. ഇവർ ചെയ്ത ഒരു കർമാസം അതുപോലെ തന്നെ ഇവർ തിരിച്ചറിയണം. ഇവർക്ക് എന്തെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ അവരത് ഹീൽ ചെയ്ത് വരണം, എങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത സ്റ്റെപ്പ് യൂണിവേഴ്സ് കൊടുക്കുകയുള്ളൂ. അത് ഇവരത് ഹീലാവാത്തടത്തോളം കാലം ഇവരിത് തന്നെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഇവരെല്ലാം നിങ്ങളാണെന്നുണ്ടെങ്കിലും അതെ, നമുക്കൊരു ഹീലിംഗ് പീരീഡ് ഉണ്ടെങ്കിൽ നമ്മളത് ഹീലായി പോവുക. അത് ഹീലായി പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത കാര്യം നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് വരും. അത് നമ്മളില്ലാതെ അവിടെ ഇങ്ങനെ ആരോ പറയുന്ന പോലെ മുറിവിൽ കുത്തിയത് പുണ്ണാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അത് ഉണക്കണം എന്നുള്ളതാണ്. അതേപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ 7 ഓഫ് സോഡ്സിൻ്റെയും അതുപോലെ തന്നെ ഹെർമിറ്റ് കാർഡുമാണ്. ഇതിനകത്ത് ഹെർമിറ്റ് വന്നിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി. ഹെർമിറ്റ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് മേജർ ആർക്കാനല്ല 9th കാർഡാണ്, അതുകൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാർഡ്സും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആരിൽ നിന്നൊക്കെയോ ട്രസ്റ്റ് ഇഷ്യൂസ്, ഇവർക്ക് ആരിൽ നിന്നൊക്കെയോ ചീറ്റിംഗ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ഇവർക്കിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ റീസെൻറ്റ് പാസ്റ്റിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സോളിറ്റ്യൂഡ് കാർഡാണ്. അതായത് കൂടുതലായിട്ടും അവർ ആ ഒരു സോളിറ്റ്യൂഡ്, ഏകാന്തതയാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആരോടും അധികം കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാതെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇവരൊരു ഫൂളിൻ്റെ എനർജിയാണ്. അങ്ങനെ ഭയങ്കര ഒരു ഫൂളിൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര പ്രസരിപ്പുള്ള, അല്ലെങ്കിൽ എല്ലാത്തിലേക്കും ചാടി വീഴുന്ന, അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയുക, ലൗകികമായ ജീവിതത്തോട് വളരെയധികം ആസക്തിയുള്ള ആൾക്കാരാണ്. അവരാണിപ്പോൾ ഈ ഹെർമിറ്റ് മോഡിൽ ഇരിക്കുന്നത്. ആ ഒരു റോയിലെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഫൂളും അതിലെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഹെർമിറ്റുമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് അവരായിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റും. അത്രയും അങ്ങനെ ഉണ്ടായിരുന്ന അടിച്ചു പൊളിച്ച് നടക്കണം എന്ന് വിചാരിക്കുന്ന ആളിപ്പോൾ ആരോടും വേണ്ട, ആരോടും സംസാരിക്കേണ്ട, അല്ലെങ്കിൽ അവരാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ട്രോമ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണോ ഇങ്ങനെ ആ ഒരു ഫ്രീസിങ് പോലെ ആ ഒരു ഇതിൽ തന്നെ അങ്ങനെ ലയിച്ചിരിക്കും എന്നുള്ളതാണ്. കൂടുതൽ ദീർഘദൃഷ്ടിയില്ല. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് റോയിൽ വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്സും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മജീഷ്യൻ്റെ താഴെ 4 ഓഫ് കപ്സും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പെൻറ്റക്കിൾ കാർഡ്സും പിന്നെ വന്നിരിക്കുന്നത് ഒരു 8 ഓഫ് കപ്സിൻ്റെ കാർഡുമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത റീഡിങ്ങിൽ നമുക്ക് കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയിലാണ് ഇവരിപ്പോൾ എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ മേ ബി ആ ഒരു എനർജിയിലുള്ള വ്യക്തികൾ തന്നെയായിരിക്കും ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഈ ഒരു അവസരത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട്. അത്രയും അത് കപ്സിൽ തന്നെ ഏറ്റവും ഇതാണല്ലോ, കോഡ് കാർഡിൽ തന്നെ ഏറ്റവും ഇതാണ് കിങ്. അപ്പോൾ ആ ഒരു എനർജിയിലാണ് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം. അത്രയും ഇഷ്ടം അവർക്ക് എന്തുകൊണ്ടോ അവർക്ക് തോന്നുന്നു നിങ്ങളോട്. അത് ചിലപ്പോൾ അവരിപ്പോൾ അനുഭവിച്ച് വന്നിട്ടുള്ളൊരു സാഹചര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു കളിയായിരിക്കാം. നമുക്ക് ഈ ആരോടെങ്കിലുമൊക്കെ താല്പര്യം തോന്നുക, അല്ലെങ്കിൽ നമുക്ക് അവരോട് അട്രാക്ഷൻ തോന്നുക, അതിൽ നമ്മൾ പെട്ടുപോവുക, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഒരു കളിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ഒരു ലൈഫിൽ നമ്മൾ എത്രയോ മനുഷ്യരെ പരിചയപ്പെടുന്നു. ഒരു സ്ത്രീ ആണെങ്കിൽ എന്തോരം പുരുഷന്മാരെ പരിചയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നേരെ തിരിച്ചും. എന്തുകൊണ്ട് നമ്മൾ ചിലവരെ മാത്രം ഇഷ്ടപ്പെട്ടു പോകുന്നു? അപ്പോൾ അതാണ് ആ യൂണിവേഴ്സിൻ്റെ കളിയാണെന്ന് പറഞ്ഞത്.
അപ്പോൾ അവർ ആ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ അതിന് ശേഷം നമുക്ക് 4 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുള്ളത്. അതായത് അവർക്ക് മറ്റൊന്നിലും വലിയ താല്പര്യമില്ല. അവർക്ക് എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അതിലൊന്നും അവർക്ക് ആ ഒരു ലൗകികമായ ജീവിതം അത്രയും ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇല്ലാത്തതൊന്നും ഇല്ല. പക്ഷേ എങ്കിലും അവർക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് എന്തോ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്, മിസ്സിങ് ഫീൽ. അതേപോലെ നെക്സ്റ്റ് വരുന്ന കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെയും ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെയൊക്കെ എനർജിയാണ്. അതായത് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇതാണ്. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാനോ അവരെ നിയന്ത്രിക്കാനോ ഒക്കെ വേറെ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അതായത് ഇവർക്കൊരു ഫൂളിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നോക്കുമ്പോൾ. പക്ഷേ ഇവരെ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവർ ഇന്ന വഴിക്ക് പോകണം എന്ന് പറയാനായിട്ട് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ വേറെ ആൾക്കാരുണ്ട്. അവരിപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ പോലും അവർക്കത് സ്വയമേ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വേറെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ണ് ഇവരുടെ മേലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു 3 ഓഫ് പെൻറ്റക്കിൾസിൽ നിന്നാണ് അവർ അതിൽ നിന്ന് മാറിയിട്ടാണ് ആ ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി മതി എന്ന് തീരുമാനിക്കുന്നത്. അതായത് നിങ്ങളൊരു വ്യക്തി മതി, നിങ്ങളിൽ ഒരാളിലേക്ക് വരണം, അതിലേക്കൊരു വീണ്ടും പുതിയൊരു തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ റോയിലുള്ള ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത്, ആരുടെ കൂടെയാണോ ഉള്ളത്, അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ സിറ്റുവേഷനിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകണം, എങ്കിലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്നാണ് അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫ്രീഡം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫ്രീഡത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരുടെ ലൈഫിലേക്ക് അവരെ നിയന്ത്രിക്കാനായിട്ട് വേറെ ചില ആൾക്കാർ പോയിട്ട് ഒരാളെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും അങ്ങനെയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം അവർ എപ്പോഴും അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്, സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അവർക്ക് വേറൊരാൾ വന്ന് അവരെ തടയുന്നതൊന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഇവർക്ക് വേറെ കുറച്ച് ആൾക്കാരുടെ കൺട്രോളിൽ ഇവർ ജീവിക്കേണ്ടി വരിക. അപ്പോൾ അതവർക്ക് തീർത്തും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു പ്രഷറും പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള, ഞാൻ പറഞ്ഞില്ലേ യൂണിവേഴ്സിൻ്റെ ചില കളികളാണെന്നുള്ളത്, ആ ഓർമ്മകളും ഒക്കെ കൊണ്ട് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ, അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ ലാസ്റ്റ് റോയിൽ വരുന്ന കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ദ ഡെവിൾ കാർഡാണ്. അതപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കാരണം അത് നെഗറ്റീവ് എനർജിയുടെ ഒരു കാർഡാണ്. അതായത് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിലും ആ വ്യക്തിയിൽ നിന്ന് ഈ ഒരു നെഗറ്റീവ് എനർജി പോയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എപ്പോൾ ഇത് പോയി കഴിഞ്ഞ് ആ വ്യക്തി സ്വതന്ത്രനാവുന്നോ അപ്പോൾ മാത്രമേ അവർക്കൊരു തീരുമാനം, ഒരു ഡിസിഷൻ അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുകയും അവർ മറ്റുള്ള ആരെങ്കിലും പേടിക്കുകയോ അല്ലെങ്കിൽ ഭയക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്ത് വരാനുള്ളൊരു സ്ട്രെങ്ത് അവർക്ക് കിട്ടുകയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെവിളിൻ്റെ എനർജിയിൽ നിന്ന് അവർ പുറത്ത് കടക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ അവർ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ, അവർക്കൊരു സെൽഫ് ഗ്രോത്തും ഹീലിങ്ങും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ മനസ്സിൽ ഇവരിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം, ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടണം. അല്ലെങ്കിൽ ഇതെല്ലാം അവരുടെ തോന്നലായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അവർക്കതെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഒന്നിനും അതെടുത്ത് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ വ്യക്തി അവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ നെഗറ്റീവ് വശങ്ങൾ, ആ ഒരു നെഗറ്റീവിലായിരിക്കാം അവരുള്ളത്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവരുടെ ഒരു കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം. അവർ സ്റ്റക്കായിട്ട് അവരെ ഒന്നും ചെയ്യാൻ വിടാത്തൊരവസ്ഥയായിരിക്കാം. ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളുടെ പിടിയിലാണ് ഒരു വ്യക്തി ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു കണ്ണ് കെട്ടിയ അവസ്ഥ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവരൊരു മന്ദത പോലെ ആയിരിക്കും. അവർക്കൊന്നിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല, ആ ഒരു അവസ്ഥയിലായിരിക്കും. കാരണം ആരാണ് അവരെ ഗൈഡ് ചെയ്യുന്നത് അതുപോലെ അങ്ങ് പോകും, അനുസരിക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു എനർജിയുടെ പിടിയിലാണ് അവർ. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതും നമുക്ക് ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ കാർഡാണ്. അതായത് ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആ ഒരു പിക്ചറിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആലോചനയിലാണ്. ആ ഒരു കാർഡാണെങ്കിൽ നേരെ നോക്കുന്നത് ഒരു ഫ്യൂച്ചർ പൊസിഷനിലേക്കാണ്. അതായത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് കപ്സിലാണ്. ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ, ഫ്യൂച്ചർ സൈഡിലാണ് നമുക്ക് 10 ഓഫ് കപ്സ് കാണുന്നത്. അതായത് അവരൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ മനസ്സിൽ എന്താണോ ഒരു
ഫാമിലി അല്ലെങ്കിൽ എന്തിനാണോ അവരൊരു പൂർണ്ണത കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളിലാണ്. അപ്പോൾ അതിലേക്ക് എത്താനാണ് അവർ ഈ ആലോചിക്കുന്നത്, അതിലേക്ക് എത്താനുള്ള വഴിയാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് വരുന്ന 5 ഓഫ് പെൻറ്റക്കിൾസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഇമോഷണൽ ലോസിൻ്റെ കാർഡാണത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും അവിടെ ആ ഒരു ഡോറ് ഓപ്പൺ ആക്കാനുള്ളൊരു കീ ഉണ്ട്. പക്ഷേ അതെടുത്ത് ആ ഡോർ ഓപ്പൺ ആക്കി പുറത്ത് കിടക്കാനായിട്ട് ആ കുട്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിനുള്ള പോലും ചുറ്റുമുള്ള സാഹചര്യങ്ങൾ പോലും നോക്കാതെ കുനിഞ്ഞിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഈ ഒരു സ്പ്രെഡ് കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ സ്റ്റേജിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഇല്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇവരിപ്പോൾ ഉള്ളതെന്നാണ്. കാരണം അവരുടെ ഉള്ളിൽ ഇവർ എല്ലാം അറിയുന്നുണ്ടാവും, പക്ഷേ പുറമേ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെ ഇവരൊരു സ്റ്റക്ക് എനർജിയിലാണ്. ഇവരെ ആരൊക്കെയോ സ്റ്റക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവർക്ക് എല്ലാം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്, എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് അറിയുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതിന് നമുക്ക് കൺഫേം ആയിട്ട് ഇതിനകത്ത് ഡെബിൾ കാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഇതിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് തലയിലേക്കകത്ത് ഒരു വെളിച്ചം വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിരിക്കുന്ന ചാരിയറ്റിൻ്റെ കാർഡാണ്. അതായത് ഇവിടെയുള്ള ചാരിയറ്റിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്. ഇത് സ്റ്റക്കല്ല, ഇതിന് മൂവ്മെൻ്റാണ്. അതായത് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണത്. അപ്പോൾ അതവർക്ക് വരും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 കാർഡ്സിൽ നിന്ന് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും അതുപോലെ തന്നെ 2 ഓഫ് സോഡ്സുമാണ്. അപ്പോൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ആ ക്വീൻ വേറെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ആ ഒരു പെൻറ്റക്കിൾ മാത്രം ചിന്തിച്ച് അത് മാത്രം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ചുറ്റും അത്ര അബണ്ടൻസ് ഉണ്ട്, അത്രയും കാര്യങ്ങളുണ്ട്, പക്ഷേ അതിലൊന്നും കെയർ ചെയ്യുന്നില്ല. ഈ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ഉള്ളത്. അതുപോലെ 2 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴും കൺഫ്യൂഷനാണ്, കണ്ണ് കെട്ടി ഇരിക്കുന്നൊരവസ്ഥയാണ്. എന്ത് ചെയ്യണം, ഏത് വഴിയിൽ പോകണമെന്ന് ഒരു അവർക്ക് ഉറപ്പില്ലാത്തൊരു മൈൻഡിലാണ് ആളുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു കൺഫ്യൂഷനും അവർക്കുള്ള ആ ഒരു ആങ്സൈറ്റി, ഫിയർ, ഇതെല്ലാം മാറിയിട്ട് അവർ ഒരു പോസിറ്റീവ്, അവരുടെ ഉള്ളിൽ എന്താണോ നിങ്ങളെക്കുറിച്ച് കാണുന്നത് ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ അവർക്ക് എത്താനും അതിന് വേണ്ടിയിട്ട് അവർക്ക് ആക്ഷൻ എടുക്കാനും അവർക്ക് പറ്റണം. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി എല്ലാം പോവുകയും വേണം. അപ്പോൾ നിങ്ങൾ, അതായത് ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ തന്നെ മതി എന്നാണ് നിങ്ങൾ ലൈഫിൽ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ കൺഫ്യൂഷൻ മാറുക, അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ കെട്ടുപാടിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് ഹീൽ ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ സ്പ്രെഡ് വെച്ചിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് എടുത്തു കഴിയുമ്പോഴും അവർക്ക് ആക്ഷനൊന്നും എടുക്കാനായിട്ട് പറ്റാതെ ഇരിക്കുന്നൊരവസ്ഥയാണെങ്കിലും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ ഫാക്ടർ അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.